നമസ്തേ. എച്ച് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിർമ്മമോ യോജകഹ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ മൂന്നാമത്തെ പോർഷൻ, അതായത് ലാസ്റ്റ് ഭാഗമായി. അപ്പോൾ ഇതുവരെ എടുത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? രാക്ഷസനെ മന്ത്രിയാക്കി അവരോധിച്ചു, അതായത് ആയുധം നൽകി. പിന്നീട് മലയകേതുവിനെ ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ബന്ധനത്തിൽ നിന്ന് മോചിതനാക്കുകയും അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്ത രാജ്യഭാഗങ്ങൾ അദ്ദേഹത്തിന് വിട്ടുകൊടുത്ത് അവിടെ അദ്ദേഹത്തെ പ്രധാനനായിട്ട് അല്ലെങ്കിൽ രാജാവായിട്ട് വാഴിച്ചതിന് ശേഷം തിരിച്ചു വരാനായിട്ട് ഭടന്മാരോട് ചാണക്യൻ പറഞ്ഞയക്കുന്നു. അവിടെ വരെയാണ്. അതും അമാത്യ രാക്ഷസനാണ് അത് അനൗൺസ് ചെയ്യുന്നത്, അതായത് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഔദ്യോഗികമായി അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കുകയും ചന്ദ്രഗുപ്തൻ്റെ മന്ത്രിയായി തുടരാൻ എന്താ പറയുക തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതിനുശേഷം ചാണക്യന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അതേപടി നടന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ സന്തുഷ്ടനാവുകയും പിന്നീട് എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. എന്താണ് പറയുന്നത് നോക്കൂ. പുരുഷഃ, ആ മഞ്ഞ ബോക്സിലുള്ളത് നോക്കണ്ട, അത് ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ. പുരുഷഃ പരിക്രാമതി. അപ്പോൾ ഈ വന്ന ആളുണ്ടല്ലോ, ഇത് അനൗൺസ് ചെയ്യാൻ വന്ന ആൾ അവിടെ നടക്കുന്നു. യഥാരി ആജ്ഞാപയതി ഇതി, ഓക്കെ, അങ്ങ് ആജ്ഞാപിച്ചതുപോലെ, അതായത് മലയകേതുവിനെ കൊണ്ടുവിട്ടിട്ട് വരാമെന്ന് പറയാണ്. ചാണക്യ ഭദ്ര തിഷ്ട തിഷ്ട. അപ്പോൾ വീണ്ടും ചാണക്യൻ അദ്ദേഹത്തിനോട് പറയാണ്, ആ ഭടനോട് പറയാണ്, നിൽക്കൂ നിൽക്കൂ. അപരം ച വക്തവ്യോ ദുർഗപാലഹ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ദുർഗപാലൻ എന്ന് പറഞ്ഞാൽ ആ ഭാഗം കാക്കുന്ന ആൾക്കാരോട് ഇങ്ങനെ കൂടി പറയണം. എന്താണ്? ഈ ജയിൽ പോലെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ജയിൽ എന്ന് തന്നെ പറയാം, ദുർഗങ്ങൾ കാത്ത് സംരക്ഷിക്കുന്ന ആൾക്കാർ, അവരോട് പറയണം. എന്താണ് പറയേണ്ടത്? അമാത്യ രാക്ഷസ ലാഭേന സുപ്രീത ചന്ദ്രഗുപ്ത സമാജ്ഞാപയതി ശ്രേഷ്ഠി ചന്ദനദാസ ച സ പൃഥിവ്യം സർവനഗര ശ്രേഷ്ഠി പദം ആരോപ്യതാമിതി. എന്താണ് പറയുന്നത്? അമാത്യ രാക്ഷസ ലാഭേന, ഈ രാക്ഷസനെ അമാത്യനായിട്ട് ലഭിച്ചതുകൊണ്ട്, ഈ മന്ത്രിയായി ലഭിച്ചതുകൊണ്ട്, സുപ്രീത ചന്ദ്രഗുപ്ത, വളരെ സന്തുഷ്ടനായ ചന്ദ്രഗുപ്തൻ സമാജ്ഞാപയതി, ഇപ്രകാരം ആജ്ഞാപിക്കുന്നു. എന്താണ് ആജ്ഞാപിക്കുന്നത്? ശ്രേഷ്ഠി ചന്ദനദാസ സപൃഥിവ്യാം സർവനഗര ശ്രേഷ്ഠിപദാം ആരോപ്യതാമിതി. ഈ ചന്ദനദാസൻ എന്ന് പറയുന്നത് ആരാണ്? അമാത്യന്റെ മന്ത്രിയാണ് അല്ലേ? സോറി, അമാത്യന്റെ സുഹൃത്ത്, അമാത്യ രാക്ഷസന്റെ സുഹൃത്താണ്. അപ്പൊ അതുകൊണ്ട് ആ ദാസനെ ലോകത്തിലുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് സർവനഗര ശ്രേഷ്ഠിപദാം ആരോപ്യതാം, ഏറ്റവും നല്ല ശ്രേഷ്ഠന്മാരിലും വെച്ച് ശ്രേഷ്ഠനാക്കുന്നതിന് ചന്ദ്രഗുപ്ത രാജാവ് തീരുമാനിച്ചിരിക്കുന്നു എന്ന് അറിയിക്കണം. അല്ലെ? ചന്ദനദാസനെ ബന്ധനസ്ഥനാക്കി വെച്ചിരിക്കുകയാണല്ലോ, അത് പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ രാക്ഷസൻ ഇവിടെ മന്ത്രിയായി ചാർജ് എടുത്തത്. അപ്പൊ അദ്ദേഹത്തെ ശ്രേഷ്ഠന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ട് പ്രഖ്യാപിക്കണം ചന്ദനദാസനെ. പിന്നെയോ അതുകൂടാതെ പിന്നെന്താണ് പറയുന്നുണ്ട്? പൃഥിവ്യാം സർവനഗര ശ്രേഷ്ഠി പദം ആരോപ്യതാമിതി അഭിച്ച, മാത്രമല്ല പിന്നെന്താണ് പറയുന്നത്? സഹ വാഹനഹസ്തിഭ്യാം ഉച്യതാം സർവബന്ധനാം മയാ പൂർണ്ണ പ്രതിജ്ഞേന കേവലം ബദ്ധ്യദേശിഖ. എന്താണ് പിന്നെ പറയുന്നത്? ആനകളെയും കുതിരകളെയും ഒഴിച്ച് ബന്ധനസ്ഥരായ സകലരെയും മോചിപ്പിക്കാൻ ഉത്തരവുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആനകളെയും കുതിരകളെയും നമ്മൾ കെട്ടി തന്നെ ഇടണമല്ലോ, അല്ലെ? രാജാവാകുമ്പോൾ ഒരുപാട് ആനകളും കുതിരകളും കുതിരപ്പടയൊക്കെ ഉള്ളതല്ലേ. അവയെ ഒഴിച്ചിട്ട് ബാക്കി കെട്ടിയിട്ടിരിക്കുന്ന, അതായത് മനുഷ്യരെ, അതായത് ജയിലിലൊക്കെ ഇട്ടിരിക്കുന്ന എല്ലാ ആൾക്കാരെയും മോചിപ്പിക്കാൻ ഉത്തരവായി എന്നാണ് പറയുന്നത്. ഇത്ര സന്തോഷകരമായ അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. വാഹനഹസ്തിഭ്യാം മുച്യതാം സർവബന്ധനം മയാ പൂർണ്ണ പ്രതിജ്ഞേന കേവലം ബദ്ധ്യദേശിഖ. അപ്പൊ എല്ലാവരെയും ഇത് അനൗൺസ് ചെയ്യണത് ആരാണ്? ചാണക്യനാണ് കേട്ടോ ഇതൊക്കെ പറയണത്. അപ്പൊ അതുകൊണ്ട് ചന്ദനദാസനെ ലോകത്തുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠനായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ആനകളെയും കുതിരകളെയും ഒഴിച്ച് ബാക്കി എല്ലാവരെയും അഴിച്ചുവിടാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. ബന്ധനസ്ഥരായ സകലരെയും മോചിപ്പിക്കാൻ ഉത്തരവായിട്ടുണ്ട്. പിന്നെ
പൂർണ്ണപ്രതിജ്ഞനായ ഞാൻ, പൂർണ്ണപ്രതിജ്ഞാനമായ എല്ലാ പ്രതിജ്ഞയെല്ലാം പൂർത്തിയാക്കപ്പെട്ടു. അതായത് കൗടില്യനൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു, ചാണക്യനൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു അല്ലേ? മൗര്യ സാമ്രാജ്യം തിരിച്ചു പിടിക്കാൻ ഇദ്ദേഹത്തെ സഹായിക്കണം, മാത്രമല്ല എന്നെ അപമാനിച്ച നന്ദനെ ഉന്മൂലനം ചെയ്യണം എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അതെല്ലാം സാധിച്ചു. അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളും പൂർണ്ണ പ്രതിജ്ഞയായി, അല്ല എല്ലാ പ്രതിജ്ഞകളും പൂർണ്ണമാക്കപ്പെട്ടതുകൊണ്ട് ഞാനും കേവലം ബധ്യദേശിക, ഞാനും എൻ്റെ അഴിഞ്ഞു കിടന്ന മുടി കെട്ടിവെക്കട്ടെ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് കുറച്ച് മുടി അഴിച്ചിട്ടിട്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഈ ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് പേജിൽ ആ ഒരു ചിത്രം കാണാം, നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം. ആ മുടി അഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ശരിക്കും വളരെ ശുഷ്കമായ മുടിയുള്ള ആളായിട്ടാണ് കാണിക്കുന്നത്. ആ മുടി അഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. കാരണം ഇതൊരു ശപഥം പോലെയാണ് നന്ദന്മാരെ തോൽപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ മുടിയും ഞാൻ കെട്ടിവെക്കുന്നു എന്ന് പറയുന്നു. പുരുഷഃ യദാര്യ ആജ്ഞാപയതി ഇതി നിഷ്ക്രാന്തഃ, ആര്യൻ ആജ്ഞാപിച്ചതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. പുരുഷൻ ഭടൻ പുറത്തേക്ക് പോകുന്നു. ചാണക്യ ഭോരാജൻ ചന്ദ്രഗുപ്ത ഉച്യതാം കിം വാ ഭൂയ പ്രിയം ഉപകാരഃ. എന്താണ് ഉപകരോമി, പ്രിയം ഉപകരോമി. ഭോരാജൻ ചന്ദ്രഗുപ്ത, അല്ലയോ ചന്ദ്രഗുപ്ത രാജാവേ, ഉച്യതാം കിം വാം ഭൂയഃ പ്രിയം ഉപകരോമി. ഇനി ഞാൻ എന്തുപകാരമാണ് അങ്ങേക്കായി ചെയ്തു തരേണ്ടത്? എൻ്റെ ഇതുവരെയുള്ള എല്ലാ പ്രതിജ്ഞകളും പൂർത്തിയാക്കി, അങ്ങയുടെ ആഗ്രഹങ്ങളും സാധിച്ചു. ഇനി ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? രാജ കിമത പരമിതി പ്രിയമസ്തി, ഇതിനേക്കാൾ പ്രിയതരമായി എനിക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടിക്കഴിഞ്ഞു. രാജാവും വളരെ സന്തുഷ്ടനാണ്. അദ്ദേഹം പറയാണ് ഇതിനേക്കാൾ പ്രിയതരമായിട്ട് ഒന്നുമില്ല. രാക്ഷസേന സമം മൈത്രി രാജ്യേ ചാരോപിതാവയം നന്ദശ്ചോന്മൂലിത സർവേ കിം കർത്തവ്യമതപരം. എന്താണ്, രാക്ഷസന്റെ കൂടെ എനിക്ക് മൈത്രി, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ സാധിച്ചു. അദ്ദേഹത്തിനെ നമുക്ക് മന്ത്രിയാക്കി വെക്കാൻ സാധിച്ചു. നന്ദന്മാരെ ഉന്മൂലനം ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെയോ ഇതിൽ കൂടുതൽ എന്ത് ശ്രേഷ്ഠമായ കർത്തവ്യമാണ് അങ്ങേക്ക് ചെയ്യാനുള്ളത്? അങ്ങയുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്തു തീർത്തിരിക്കുന്നു എന്ന് പറയാണ്. അപ്പം അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഒരു പ്രിയവും ചെയ്യാനില്ല. അങ്ങനെ പറഞ്ഞ് രാജാവ് സന്തുഷ്ടരായിട്ട് നിൽക്കുന്നു. നിഷ്ക്രാന്താഹ സർവേ, എല്ലാവരും പുറത്തു പോകുന്നു. മീൻസ് രംഗം കഴിഞ്ഞു, അവസാനിച്ചു. അപ്പം ഇതാണ് അവസാന ഭാഗം. അപ്പോൾ ആ 7 അംഗങ്ങളുള്ള നാടകത്തിലെ അവസാന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലെ ക്യാരക്ടേഴ്സാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. കഥാപാത്രാണി ചാണക്യ, കണ്ടോ, ചാണക്യൻ്റെ പേര് നോക്കൂ. കൗടില്യ വിഷ്ണുഗുപ്ത ചന്ദ്രഗുപ്തസ്യ ഗുരു. 3 കാര്യങ്ങളുണ്ട്. രാക്ഷസൻ നന്ദരാജ്യസ്യ പ്രധാന അമാത്യ, പ്രധാനമന്ത്രിയായിരുന്നു. സർവാർത്ഥ സിദ്ധേഹി അമാത്യ മലയകേതുന സാർദ്ധം സന്ധിം കൃത്വ ചന്ദ്രഗുപ്തസ്യ സ്ഥാനഭ്രംശനാർത്ഥം പ്രയത്നം അകരോത്. മലയകേതുവിൻ്റെ കൂടെ സന്ധി ചെയ്തിട്ട് ചന്ദ്രഗുപ്തനെ പിടിച്ച് പുറത്താക്കാനായിട്ട് ശ്രമിച്ചു. അതാണ്, മലയകേതു ഫ്രണ്ടായിരുന്നു രാക്ഷസന്റെ, അല്ലേ? എന്നിട്ട് അതുകൊണ്ടാണ് മലയകേതുവിനെ രാജാവ് ബന്ധനസ്ഥനാക്കുന്നത്. അതുകൊണ്ടാണ് രാക്ഷസനെ കൊണ്ട് തന്നെ വിടുതല കൊടുക്കുന്നത്. മനസ്സിലായില്ലേ ഇപ്പം? അപ്പോൾ അങ്ങനെ സന്ധി ചെയ്തിട്ട് രാജാവിനെതിരെ തിരിച്ചതായിരുന്നു. കിന്തു പുനഃ സ്വസുഹൃതഃ ചന്ദനദാസസ്യ പ്രാണരക്ഷാർത്ഥം ചന്ദ്രഗുപ്തസ്യ അമാത്യപദം സ്വീകർത്തും പ്രേരിതോഭൂത്. എന്നാൽ പിന്നീട് സ്വന്തം സുഹൃത്തായ ചന്ദനദാസന്റെ പ്രാണൻ രക്ഷിക്കുന്നതിന് വേണ്ടി ചന്ദ്രഗുപ്തന്റെ മന്ത്രിപദം ഏറ്റെടുക്കുകയുണ്ടായി. പുരുഷഃ ചാണക്യ അനുചരഃ. പുരുഷഃ എന്ന് പറയുന്നത് ഒരു ഭടനാണ്, ചാണക്യന്റെ അനുചരനാണ്. രാജാവ് ചന്ദ്രഗുപ്തൻ, ചാണക്യ ശിഷ്യൻ, പാടലിപുത്രത്തിന്റെ യുവരാജാവ്, മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ. ഈ 4 വിശേഷണങ്ങളാണ് രാജാവിനുള്ളത്. ചന്ദനദാസൻ വണിക് ശ്രേഷ്ഠ, ഒരു വ്യാപാര ശ്രേഷ്ഠനാണ്, വ്യാപാരിയായിരുന്നു. അമാത്യ രാക്ഷസസ്യ പ്രിയ സുഹൃത്ത്, അമാത്യ രാക്ഷസന്റെ പ്രിയ സുഹൃത്തും കൂടിയാണ്. ഇവരൊക്കെയാണ് കഥാപാത്രങ്ങൾ. ഇപ്പൊ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ മലയകേതുവിന്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നത്, അല്ലെ? അപ്പൊ മലയകേതുവിന്റെ കാര്യം എന്ന് പറഞ്ഞാല്, മലയകേതുവിനെ കൂട്ടുപിടിച്ച അമാത്യ രാക്ഷസൻ ചന്ദ്രഗുപ്തനെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചന്ദ്രഗുപ്ത രാജാവ് അദ്ദേഹത്തെ പിടിച്ചു കെട്ടി രാജ്യമൊക്കെ ചേർത്ത് വെച്ചു. പക്ഷെ പിന്നീട് അമാത്യ രാക്ഷസന്റെ അനുമതിയോടുകൂടി തന്നെ അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. പിടിയിലകപ്പെട്ട എല്ലാ കുറ്റവാളികളെയും അദ്ദേഹം ഫ്രീ ആക്കുകയുണ്ടായി. വളരെ സന്തുഷ്ടനായിട്ടാണ് രാജാവ് ഈ രംഗത്തിന്റെ അവസാനം പറയുന്നത്. അത്രയേ ഉള്ളൂ, പാഠം കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ഞാൻ അതിന്റെ പഠന പ്രവർത്തനങ്ങളിലത്തെ ഫസ്റ്റ് ഒരു പേജ് ഇവിടെ വെച്ചിട്ടുണ്ട്.
നാടകാംശം കഥാരൂപേണ പരിവർത്തയതു സംശ്ലിഷ്ടപദാനി പട്ടികായാം നിവേശയതു നാടകസന്ദർഭേ ചാണക്യേന പ്രയുക്താനി പ്രധാനം തന്ത്രാണി ക്രോഡീകൃത്യ പാത്രസ്വഭാവം നിരൂപയതു. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ അമാത്യരാക്ഷസന്റെ പക്ഷപരിവർത്തനം, ചന്ദ്രഗുപ്തസ്യ രാജ്യാഭിഷേകം, നന്ദവംശസ്യ ഉന്മൂലനം, പ്രജാനാം മനപരിവർത്തനം, ചാണക്യസ്യ കർമ്മകുശലത, രാജ്യതന്ത്രജ്ഞത, ഇതൊക്കെ ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ബോക്സിലുള്ളത് ഗമധാതു, ലിഖധാതു, പഠധാതു, വധധാതു 4 ധാതുക്കൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തീ എന്ന എൻഡ് ചെയ്യണതൊക്കെ ലട്ടലകാരാണ്. അപ്പൊ ഗച്ഛതി എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലിഖ എന്നുള്ളത് ലിഖതി എന്നായിരിക്കും, പഠ എന്നുള്ളത് പഠതി, അപ്പൊ വധ എന്നുള്ളത് വധതി. അത്രയേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ കുളത്തിൽ ഗച്ഛതി, ലിഖതി, പഠതി, വധതി. ആദ്യത്തെ കുളം ക്ലിയർ ആയില്ലേ? ലട്ട്. ഇനി അതിൽ ത എന്ന് പറയുന്ന ഒരു പ്രത്യയം പ്രയോഗിക്കുമ്പോൾ ഇതിന് മാറ്റം വരുന്നത് ഇങ്ങനെയാണ്. ഗച്ഛതി എന്നുള്ളത് ഗതഹ എന്നാവും. അപ്പൊ ലിഖതി എന്നുള്ളത് എന്താവും? ലിഖതഹ എന്നാവും. പഠതി എന്നുള്ളത് എന്താവും? പഠിതഹ എന്നാവും. ലിഖതഹ എന്നല്ല, ലിഖിതഹ എന്നാണ് കേട്ടോ. സോറി, ലിഖിതഹ എന്നാണ് ആവുക. ഖാക്കാണ് വെള്ളി വരിക. ലിഖിതഹ, പഠിതഹ, ഉക്തഹ. വധ എന്നുള്ളതിന് ഉക്തഹ എന്നാണ് വരിക. അതേപോലെ കൃതവത് പ്രത്യയം പ്രയോഗിക്കുമ്പോൾ ഗതവാൻ, ലിഖിതവാൻ, പഠിതവാൻ, ഉക്തവാൻ, അങ്ങനെയാണ് വരിക. അത് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, പുല്ലിംഗത്തിലാണെങ്കിൽ വണ്ണ് വരും, സ്ത്രീലിംഗത്തിലാണെങ്കിൽ വതി എന്നാണ് വരിക. ഒരു പെൺകുട്ടിയാണ് പറയുന്നതെങ്കിൽ പഠിതവതി, ഉക്തവതി എന്നാണ് പറയുക. അത്ര കോംപ്ലിക്കേഷനിലേക്കൊന്നും നിങ്ങൾക്ക് ചോദിക്കില്ല. ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ട് ഈ കോളം ഫില്ലപ്പ് ചെയ്യാനും ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതൊന്നും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആദ്യത്തെ കോളത്തിൽ ഗച്ഛതി, ലിഖതി, പഠതി, വദതി. രണ്ടാമത്തെ കോളത്തിൽ ഗതഹ, ലിഖിതഹ, പഠിതഹ, ഉക്തഹ. മൂന്നാമത്തെ കോളത്തിൽ ഗതവാൻ, ലിഖിതവാൻ, പഠിതവാൻ, വധിതവാൻ, ഉക്തവാൻ, അങ്ങനെയാണ് വരിക. അത് ഫില്ലപ്പ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചോദിക്കാനേ സാധ്യതയുള്ളൂ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഈ പാഠം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതണേ. നല്ല മാർക്കോട് കൂടി പാസ്സാവട്ടെ എല്ലാവരും. പേടിക്കാനൊന്നുമില്ല. ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. സംസ്കൃതത്തിൽ നിന്നൊക്കെ ഈസി ആയിട്ട് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ലൈവ് ഇടാം. അല്ലെങ്കിൽ എന്തൊക്കെയാ ഡൗട്ട്സ്, ഏതൊക്കെയാ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടണ്ടേ വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തുതരാം കേട്ടോ. അപ്പം മക്കളൊക്കെ നല്ലോണം പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, സബ്സ്ക്രിപ്ഷനൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.